എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ റവ അപ്പമാണ് ഉണ്ടാക്കണം കേട്ടോ. നെയ്യപ്പത്തിൻ്റെ സ്റ്റൈൽ തന്നെ ഇത് റവയാണ്, അത് പച്ചരി കുതിർത്തിയതാണെന്ന് ഉള്ള മാറ്റം മാത്രമേ ഉള്ളൂ. 1 കപ്പ് റവ 250 കപ്പാണ് സ്റ്റീലിൻ്റെ കപ്പ്. അതിനകത്താണ് ഞാൻ കേൾക്കുന്നതെല്ലാം ഞാൻ പറയാറുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ കുറച്ച് മൈദ, നാല് സ്പൂണ് മൈദയുണ്ട് കേട്ടോ. ഞാൻ സോഡാപ്പൊടി ചേർക്കണില്ല, അതിന് പകരം ഞാൻ ഒരു 3 പപ്പടം വെള്ളത്തിലിട്ടേക്കണതാണ്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, മധുരമല്ല കുറച്ച് മതി. ശർക്കരപ്പാനി ഒരു 5 അച്ചുണ്ട ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കി എടുത്തതാണ്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി, പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്, അതാണ് ഇത്ര എടുത്താണ് ഇട്ട് കൊടുക്കണം. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് തേങ്ങ, ഇത് 2 പിടി തേങ്ങ. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തേക്കണേ. കുറച്ച് തരിയുണ്ട്, അധികം അങ്ങോട്ട് ഫൈനായിട്ട് അരച്ചല്ല. ഇതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് എള്ള്, ഇത്ര എള്ളിട്ട് കൊടുക്കണം കേട്ടോ. ഇതിന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് നേരം ഇരിക്കട്ടെ. റവ ആയതുകൊണ്ട് ഇരിക്കുമ്പോൾ കുറച്ച് തിക്കാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയതാണ്. അത് ഇരിക്കും തോറും തിക്കായിട്ട് വരും. ഞാൻ കുറച്ച് കപ്പലണ്ടി, കശുവണ്ടി ഉണ്ട് ഇതിനകത്ത് കുറച്ച്, രണ്ടും കൂടി നെയ്യിൽ വറുത്തേക്കുന്നതാണ്, അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്താ പെട്ടെന്ന് തിക്കായി വരും റവ ആയതുകൊണ്ട്. റവ അപ്പം ഞാൻ വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായി കിടക്കുന്നതാണ്. ഇപ്പം ഞാൻ സിമ്മിലിട്ടേക്കണം. നല്ലോണം വെളിച്ചെണ്ണ ചൂടായിട്ടാണ് ഒഴിക്കാവൂ. ഞാൻ ഇതിനകത്തേക്ക് സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ അതിന് പകരം ഒരു 3 പപ്പടമാണ് ഇട്ടേക്കണം. ഇത് പൊന്തി വന്നൊക്കെ ഉണ്ട്. ഇത് ഒന്ന് അപ്പുറത്തെ വശം അരിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ മറിച്ചിട്ടിട്ട് ഒന്നോട്ട് തിരിച്ചിട്ടേക്കണതാണ് കേട്ടോ. ഇതിപ്പോൾ വേവാറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു നെയ്യപ്പത്തിൻ്റെ പോലെ തന്നെ ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് തിങ്ങി പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2 വശമായിട്ടുണ്ട്. ഞാനത് എടുക്കാൻ പോവാം. റവ അപ്പം ഇതുപോലെയാണ് കേട്ടോ, വേവിച്ചിട്ടാണ്.
എടുത്തേക്കണത്. ഇത് ഓരോന്നാണ് ഇടാൻ പറ്റുള്ളൂ, സാവധാനം വേവുള്ളൂ. തിരിച്ചും മറിച്ചിട്ട് തിരിച്ചെന്ന് വെച്ചാൽ ഒരു വശം നല്ലോണം ആയിട്ട് വേണം മറിക്കാനായിട്ട്. എല്ലാം വേവിച്ചെടുക്കട്ടെ. റവ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പൊരിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിപ്പോവാതെ നോക്കണം. ഓരോന്നാണ് ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇത് നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ. നെയ്യപ്പം പോലെ തന്നെ, നെയ്യപ്പത്തിന് അരിയും ഇതിന് റവയാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഉണ്ടോ? നല്ല ഭംഗിയില്ലേ? അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, എന്നാലും ഞാൻ ചെയ്തത് അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ.